ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ലീവാണ്. നമ്മൾ സ്ലീവിൻ്റെ മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുണി തികയാതെ വരുമ്പോഴേക്കും നമുക്ക് എങ്ങനെയാണ് സ്ലീവ് അധികം ഇതില്ലാത്ത രീതിയിൽ, അതായത് അത്ര മോശമാവാത്ത രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുപോലെ നൈറ്റിയുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ജോയിൻസ് വരണമായിരുന്നു, കാരണം വീതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ കമൻസ് ഉണ്ടെങ്കിൽ അതും ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇവിടെ സ്ലീവിൻ്റെ നീളം ആവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു 17ഓളം ഉണ്ട്. നമ്മൾ തയ്യൽ തുമ്പ് പോയാലും നമുക്ക് ആവശ്യത്തിനുണ്ടാകും. പക്ഷേ ഇവിടെ നമ്മുടെ വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് 11.5 ഇഞ്ചാണ്. പക്ഷേ നമുക്കിവിടെ ഒരു 2.5 ഇഞ്ചിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇവിടെ ഒരു 9 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3 ഇഞ്ച് വെച്ച് ജോയിൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ തയ്യൽ തുമ്പ്, അതായത് നമ്മൾ ആ കട്ട് പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിനൊരു തയ്യൽ തുമ്പ് വരുമല്ലോ. അപ്പോൾ അതും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് തുണി വേണം. അപ്പോൾ അതുകൊണ്ടൊരു 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ട് പീസ് ബാലൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമുക്ക് 3 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ എൻഡ് വരെ നമ്മൾ അളവെടുത്ത് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് 2 പീസ് ഒരു കൈക്ക് വേണം. മനസ്സിലായല്ലോ? നമ്മുടെ 2 പീസാണ് 2 വശം. ഒരു കൈ എന്ന് പറയുന്നത് 2 വശവും വേണമല്ലോ. താഴെ മേളിലും നമ്മുടെ സ്ലീവിന് ജോയിൻസ് വരും. അപ്പോൾ 2 വശത്തും നമ്മൾ ഓരോ 2.5 ഇഞ്ച് അത് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ തയ്യൽ തുമ്പോട് കൂടി ഒരു 3 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ആ 3 ഇഞ്ച് വെച്ചിട്ടുള്ള വീതി വരുന്ന പീസുകൾ കൈൻ്റെ 2 വശത്തും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഒത്ത് നോക്കുകയാണ്. ഓക്കെ, ഇത് എല്ലാവരും തന്നെ ചെയ്യുന്ന ട്രിക്കാണ്, ആർക്കും അറിയില്ലാത്തൊരു ട്രിക്കൊന്നും അല്ല കേട്ടോ. പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എങ്ങനെയായിരിക്കും, അയ്യോ കയ്യിൽ തികയില്ലല്ലോ എന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ വരുന്നവർക്കുള്ളൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീതിയൊക്കെ ഒന്നും കൂടി ഒത്തു നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് 4 പീസ് വെട്ടിയെടുക്കുക. 2 പീസ് ഒരു കൈക്ക് വെച്ച് 4 പീസ് 2 കൈയുടെ 2 എൻഡിലും. ഓക്കെ, അപ്പോൾ നമുക്കിതിനി വെട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ബാലൻസ് പീസ് അതിൽ നിന്ന് നമ്മൾ 4 തുണിയും ഇതുപോലെ വെട്ടിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടിയും നമ്മൾ കറക്റ്റ് ചെയ്ത് 4ഉം ഒരേ അളവിൽ തന്നെ എടുക്കുക. നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ആം ഹോൾ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് വീതി കിട്ടേണ്ടത്. ബാക്കി എല്ലാ വശവും നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കിട്ടും. ഒരു 5.5, 6, 7, 8 ആ ഒരു റേഞ്ചിലൊക്കെ എന്തായാലും കിട്ടും. പക്ഷേ നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ ആയിരിക്കും ജോയിൻറ്റ് വേണ്ടി വരിക. ഒരു 10, 11,
12 അത്രയൊക്കെ വരുന്ന എല്ലാവർക്കും തന്നെ ഒരു ചെറിയ ജോയിൻറ്റ് വരും. പക്ഷെ അത് നമുക്ക് ഒട്ടും ബോറാക്കാത്ത രീതിയിൽ ചില സാഹചര്യത്തിൽ നമ്മുടെ ഈ റെഡിമെയ്ഡ് അല്ല സോറി, നമ്മൾ ചുരിദാർ മെറ്റീരിയലൊക്കെ വാങ്ങിക്കുമ്പോൾ മിക്കവാറും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു ജോയിൻറ്റ് വന്നേക്കണ കാണാൻ പറ്റും. അത് എന്താ പറയുക, നമ്മൾ അതിൽ അത്രയും തുണിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കൈ വെട്ടിക്കഴിഞ്ഞിട്ട് അവിടെയും ഇവിടെയും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതേപോലെ കറക്റ്റായിട്ടുള്ള പീസ് നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓരോ പോർഷൻ നമ്മൾ 2 ഇഞ്ചിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പോർഷൻ വെച്ച് കൊടുക്കുക അവിടെ, പിന്നെ താഴെ പോർഷനിലും നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ മടക്കിയിട്ട് സ്ലീവ് അടിക്കുക കേട്ടോ. ഇപ്പോഴും നമുക്ക് തികയില്ല, അപ്പോൾ നമ്മൾ 2 വശത്തും തന്നെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 2 പോർഷനും. ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് പതിച്ചടിക്കുകയാണ് വേണ്ട കേട്ടോ. ഒന്ന് അതിൻ്റെ മേളിൽ കൂടി പതിച്ചടിക്കുക. എന്നിട്ട് ഒന്ന് തേച്ചും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ ലെവലിൽ നമുക്ക് നിൽക്കുന്ന അപ്പോൾ ഒരു ഇത് വരും. നമുക്ക് അങ്ങനെ ഒന്നും വെച്ചിട്ടിയ രീതിയിലൊന്നും ഇരിക്കില്ല കേട്ടോ, അത്രയും നല്ല രീതിയിൽ വരും. എന്നിട്ട് ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് ഇനി നമ്മളെപ്പോഴും സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഫുൾ സ്ലീവ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, വേറെ ഒരു വ്യത്യാസവുമില്ല. നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതൽ എടുക്കുക എന്ന് മാത്രം. ഓക്കെ, ഒരു 15, 16, 17 എന്നൊക്കെ പറയുന്ന റേഞ്ച് 3/4 സ്ലീവിൻ്റെ ആ ഒരു ഇതായിരിക്കും നോർമലി. അത് കൂടുതൽ എടുക്കുക, നീളം എത്രയാണെന്ന് വെച്ചാൽ അത് കൂടുതൽ എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് 3/4 മീറ്റർ സ്ലീവിന് തുണി വേണം, അത്രേ ഉള്ളൂ വ്യത്യാസം. കാരണം കുറച്ചുകൂടി ലെങ്ത്ത് വേണമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3.5 4 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കൈൻ്റെ ഷേപ്പ്. മുകളിൽ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതാ 3.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു കോൺ പോലെ നമ്മളിതാ ഇതേപോലെ അതിൻ്റെ ആ ഒരു എൻഡിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, സ്കെയിൽ വെച്ച് വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടേപ്പ് വെച്ചാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ലൈൻ കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ താഴെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ ഒരു 4 ഇഞ്ചിൽ നിന്ന് ഷേപ്പ് വരക്കേണ്ടത്. അതിന് മുമ്പ് നമ്മൾ വരച്ച ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന്, അതായത് നമ്മുടെ 4 ഇഞ്ചിൽ നിന്ന് ആ മിഡ് പോയിൻറ്റിലേക്ക് ഒരു ചെറിയ ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഷേപ്പ് നേരെ എൻഡ് ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു 1/2 ഇഞ്ചിലേക്കാണ് കേട്ടോ. നമ്മൾ സ്ലീവിൻ്റെ എല്ലാ വീഡിയോസിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോസ് എടുത്ത് കാണാം കേട്ടോ. സ്ലീവിൻ്റെ മാത്രമുള്ള വേറെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നമുക്കുള്ള നീളം മൊത്തം എടുക്കുക. ഇനി സ്ലീവിൻ്റെ റൗണ്ട് നോക്കുക. 5.5 ഇഞ്ച് ഞാനിവിടെ ആദ്യം മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇനി നമ്മൾ ആ 4 ഇഞ്ച് ഉണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്ത ആ 4 ഇഞ്ചിൽ നിന്ന് തയ്യൽ തുമ്പിലേക്ക് ഒരു ലൈൻ വരക്കുക. അതിന് ശേഷം നമ്മൾ ആ 3.5 ഇഞ്ച് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് താഴേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ 5.5 ഇഞ്ചിലേക്കും നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ജോയിൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ അത്ര മനസ്സിലാവില്ല, അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ലീവ് തുണി തികയുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ജോയിൻറ്റ് കൊടുത്ത് ചെയ്യാമെന്നുള്ള എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കമൻസ് ആയിട്ട് ഇട്ടാൽ മതി.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ്. എപ്പോഴും ഒന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ് എപ്പോഴും നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.